ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 45 ഗ്രാം ബ്രൗൺ ഷുഗറും 45 ഗ്രാം പ്ലെയിൻ ഷുഗറും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1.5 കപ്പ് മൈദയും കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് അടച്ചു വെച്ചിട്ട് റെഫ്രിജറേറ്റ് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിലല്ല, അല്ലാതെയാണ് വെക്കേണ്ടത്. അപ്പം ഇതേപോലെ നമുക്ക് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പം ഒരേ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളൊരു സ്കൂപ്പ് ചെയ്തിട്ട് ഒരു സ്പൂണിൽ സ്കൂപ്പ് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് നമുക്ക് ബോൾ പോലെ എടുക്കാം. അപ്പം എല്ലാം നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടും കേട്ടോ, അതേപോലെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ടൊരു മിൽക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഓവൻ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് 10 to 12 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം കുക്കീസ് എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കാം. ഇതേപോലെ നല്ല ചൂവി ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സംഭവം ചോക്ലേറ്റ്സ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ നല്ല ജസ്റ്റ് കൂടുതലായിട്ട് പൊരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂവി സ്ട്രക്ചറായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാമെങ്കിൽ അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഹാർഡാണോ ചൂയിയാണോ? ചൂയിയാണ്.